മലപ്പുറം പൊന്നാനിയിൽ ജപ്തി നടപടിക്ക് പിന്നാലെ വയോധിക മരിച്ചു. പൊന്നാനി പാലപ്പെട്ടി സ്വദേശി എടശ്ശേരി മാമിയാണ് മരിച്ചത്. ഇന്നലെയാണ് മാമിയുടെ വീട് ജപ്തി ചെയ്തത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഒരു സങ്കടകരമായ വാർത്തയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മകനെടുത്ത വായ്പയാണ്. അത് പിന്നീട് മകനെ കാണാതാവുകയും തിരിച്ചടവ് മുടങ്ങുകയും ഒക്കെ ചെയ്തു. ബാങ്ക് അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ മാമിയുടെ മരണത്തിൻ്റെ വിവരം പുറത്തു വരുന്നു. വിശദാംശങ്ങൾ എന്താണ്? റീജിത്ത്, ഇന്ന് രാവിലെ 6 മണിയോട് കൂടെയാണ് പൊന്നാനി പാലപ്പെട്ടി സ്വദേശിനി എടശ്ശേരി മാമി എന്ന് പറയുന്ന 82കാരി മരിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഇവർ താമസിച്ചിരുന്ന വീട് പൊന്നാനി പാലപ്പെട്ടി SBI ബ്രാഞ്ച് ഈ ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 വർഷം മുൻപാണ് ഈ മാമിയുടെ മകൻ അലിമോൻ എന്ന് പറയുന്നയാൾ ഈ മാമിയുടെ ഉടമസ്ഥയിലുള്ള വീട് അടക്കമുള്ള സ്ഥലം 22 സെന്റ് സ്ഥലം 25 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പാലപ്പെട്ടി SBI ബ്രാഞ്ചിൽ നിന്നായിരുന്നു ഈ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 6 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഈ 42 ലക്ഷം രൂപ ഇതൊരു ബാധ്യതയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടെ ഈ മാമിയുടെ മകൻ അലിമോനെ കാണാതാവുകയും ചെയ്തു. ഇയാളെക്കുറിച്ച് ഒരു വിവരം ഈ കുടുംബത്തിനില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ അലിമോനെ കാണാതായതാണ് ഈ തിരിച്ചടവ് മുടങ്ങാൻ കാരണമെന്നുള്ളതാണ് ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഇന്നലെ ഈ ബാങ്ക് എത്തി ഈ വീട് ജപ്തി ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ മാമിയോടും അവിടെ ഉണ്ടായിരുന്ന ആളുകളോടും മറ്റുള്ള ഇടത്തേക്ക് മാറാൻ വേണ്ടി ബാങ്ക് നിർദ്ദേശം നൽകി. അങ്ങനെ അവർ ബന്ധുവീട്ടിലേക്ക് മാറുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോട് കൂടിയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും ഇവർ പ്രായമായ ആളാണ്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളൊക്കെ തന്നെ നേരിടുന്ന പ്രതിസന്ധി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏതായാലും ഇവരുടെ ഒരു മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത. ഈ ജപ്തി നടപടിക്ക് പിന്നാലെയാണ് മരണം എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് ബാങ്ക് കടന്നത്. റിജിത്ത്, ശരി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.